തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ദേ ആ പാടം കാണുന്നില്ലേ, അതിൻ്റെ അറ്റത്താണ് പെരിയകോവിൽ അല്ലെങ്കിൽ ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഗോപുര കവാടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. കേരളാന്തകൻ തിരുവാസൽ ചോളരാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രവും ഗോപുരവും നിർമ്മിച്ചത്. കേരളത്തിലെ ചേര രാജാക്കന്മാരുടെ മേൽ നേടിയ വിജയം ആഘോഷിക്കാനാണ് ഇത് പണിതിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര കവാടം തന്നെ ശിവന്റെയും ഭൂതഗണങ്ങളുടെയും ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിന്റെയും ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചോളരാജാവായ രാജരാജ ചോളൻ ഒന്നാമൻ തന്നെയാണ് 1003 1010 ഇടയിൽ ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. സാക്ഷാൽ പരമശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഏകദേശം 8.7 മീറ്റർ ഉയരമുള്ള കൂറ്റൻ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന വിഭാഗത്തിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുന്നു. ഇതിന് ഒരു വശത്തുകൂടെ കാവേരി നദി ഒഴുകുന്നുണ്ട്. ക്ഷേത്രം പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ടൺ കല്ലുകൾ ആനകളെ ഉപയോഗിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രഗോപുരം ഏകദേശം 66 മീറ്റർ, അതായത് 216 അടി ഉയരമുള്ളതാണ്. ഗോപുരത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ കല്ലിന് മാത്രം ഏകദേശം 80 ടൺ ഭാരമുണ്ടെന്ന് പറയപ്പെടുന്നു. ഉച്ചസമയത്ത് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന്റെ നിഴൽ നിലത്ത് വീഴാത്ത തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. ക്ഷേത്രത്തിനകത്ത് ഒറ്റക്കല്ലിൽ തീർത്ത പടുകൂറ്റൻ നന്ദിയുടെ പ്രതിമയുണ്ട്. ശിവനോടുകൂടെ പാർവതിദേവിയും ഉള്ളതിനാൽ ഉമാമഹേശ്വരന്റെ സാന്നിധ്യവും ഉണ്ട്. ക്ഷേത്ര ചുവരുകളിൽ വിജ്ഞാനത്തിന്റെ ദേവനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠകൾ കാണാം. ബ്രഹ്മാവിന് പ്രത്യേക ആരാധന സ്ഥലവുമുണ്ട്. ഇവരെ കൂടാതെ മുരുകൻ, ചണ്ഡികേശ്വരൻ, വരാഹിയമ്മൻ എന്നിവർക്കായി പ്രത്യേക ഉപക്ഷേത്രങ്ങളും കാണാം. കാലത്ത് 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 8:30 വരെയുമാണ് സന്ദർശിക്കാനുള്ള സമയം. ആയിരം വർഷം കഴിഞ്ഞിട്ടും ഒരൊറ്റ പാറയിൽ ഉറച്ചു നിൽക്കുന്ന ഈ ക്ഷേത്രം ചോള രാജാക്കന്മാരുടെ കലാപരവും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഉദാഹരണമാണ്.